നമസ്കാരം. ന്യൂസ് 18ന്റെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് ചെറുകടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും തെന്മല ഗ്രാമപഞ്ചായത്തിന്റെയും, അതായത് 2 മണ്ഡലങ്ങൾ, പുനലൂർ മണ്ഡലത്തിന്റെയും പത്തനാപുരം മണ്ഡലത്തിന്റെയും ഒരു സംഗമ സ്ഥാനമാണ് ഈ ചെറുകടവ്. ചെറുകടവ് നിവാസികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്യമൃഗങ്ങളെ കൊണ്ട് ശല്യമാണ്. ആന, കടുവ, പുലി, തേഴ, കാട്ടുപോത്ത്, മയില്, മലയണ്ണാൻ, അങ്ങനെ നിരവധി മൃഗങ്ങളാണ് ഇവിടെ സ്വൈരജീവിതം തകർക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ആനയുടെ ശല്യത്തിലാണ്. മിക്കവരുടെയും വീടുകളിൽ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നാട്ടിൽ കൂടി ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്തരത്തിലുള്ള അവസ്ഥയാണ്. വളരെ പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തി. ഇവര് അത്യാവശ്യം പരാതിയുമായി ഇവരിനി കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. എല്ലാ സ്ഥലങ്ങളിലും പരാതിയുമായി കയറി ഇറങ്ങിയെങ്കിലും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള നീതിയും കിട്ടാത്ത ഒരു നിലപാടാണ് ഉള്ളത്. അതിനുള്ള കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യം നിർണ്ണയിക്കുന്നുണ്ട്. എന്നാൽ ആനയുടെ ശല്യമാണ് കൂടുതൽ നിർണ്ണയിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആനയുടെ ശല്യങ്ങൾ? ആനയുടെ ശല്യം ഇപ്പം കൂടുതൽ നിന്നാല് ഇപ്പൊ ഈ കിടങ്ങെടുത്തത് കൊണ്ടാണ് ഇത്രയും ആനശല്യം വന്നത്. കാരണം ആനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സ്ഥലമില്ല. അന്ന് ഞാൻ ബഹുമാനപ്പെട്ട DFOയോടും അവരുടെ ഓഫീസിൽ പോയി പറഞ്ഞതാണ്, സാറേ ഈ കിടങ്ങെടുക്കുമ്പം ആനയെ 5 ആന അന്ന് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല, അവിടെ നിപ്പുണ്ട്. ഞാൻ അവിടെ ചെന്ന് DFOയോട് പറഞ്ഞു, സാറേ അതിനെ ഓടിച്ചു വിട്ട്. അപ്പൊ തന്നെ DFO അന്നിരുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജയനെ വിളിച്ചു. അതിനിടയ്ക്ക് ഒന്നുകൂടെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കാര്യം ഇത് ആനയെ ഓടിച്ചു വിട്ടില്ല എന്നുള്ളത് പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇവരുടെ ജനവാസ മേഖലയിൽ ഇവരുടെ വീടിനടുത്തായിട്ട് 5 കാട്ടാനകൾ തമ്പടിക്കുന്നുണ്ടായിരുന്നു. ഈ കാട്ടാനകളെ തിരിച്ച് വനത്തിലേക്ക് കയറ്റി വിടാതെ കിടങ്ങെടുത്തു. അതുമൂലം ആനകൾ ഇപ്പം ജനവാസ മേഖലയിലാണ്. അതുകൊണ്ടാണ് ആനയെ ഓടിച്ചു വിടാതെ കിടങ്ങെടുത്തു എന്ന് പറഞ്ഞത്. ഇനി പറഞ്ഞു. അന്ന് ഞാൻ DFOയോട് ചെന്ന് പറഞ്ഞപ്പം തന്നെ DFO അവിടുന്ന് റേഞ്ച് ഓഫീസർ, അന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഇവിടുന്ന് മാറിപ്പോയ അജയനെ വിളിച്ചു. അജയൻ ചിരിച്ചുകൊണ്ട് കഴുത്തറത്തിട്ട് ഞങ്ങടെ പോയി. എല്ലാരെയും എടുത്തവൻ കക്ഷത്തിൽ വെച്ച്. അദ്ദേഹം ഒരു യൂണിഫോം ഇട്ട എന്തിനാണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. മലയോര കർഷകരെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കണം നമ്മുടെ ഇവിടെ വരുന്നത്. അവരങ്ങനല്ല ഞങ്ങളോട് ചെയ്യുന്നത്. DFO പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഓടിച്ചു വിടാം. അപ്പൊ സാറ് ചോദിച്ചു, നിങ്ങൾക്ക് ഓടിച്ചു വിടാൻ സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ ഞാൻ പത്തനാപുരത്തു നിന്ന് പറഞ്ഞു വിടാം എന്ന് വരെ പറഞ്ഞിട്ട് പറഞ്ഞു, വേണ്ട ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഇവിടെ RRT ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, തെന്മലയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു RRT ഇല്ല, ഇവിടെ ആരെയും കാണുന്നില്ല. പാവപ്പെട്ട 2ഓ 3ഓ വാച്ചർമാർ, 1-2 ഉദ്യോഗസ്ഥന്മാർ വരും. അവർക്ക് ഉള്ള ഒരു സംവിധാനവും ഇല്ല. നല്ലൊരു വെളിച്ചം പോലും ഇല്ല. ഒരു വ്യക്തി തലയിൽ ഒരു ചെറിയൊരു ലൈറ്റ് വെച്ച് കിട്ടും. ആ ലൈറ്റും കൊണ്ട് ഇങ്ങോട്ട് വരും. അവിടെ സർവകക്ഷി യോഗം കൂടുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ചണ്ണാമക്കാമണ്ണ് ഓഫീസിൽ പോയി ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഷാജി ഡെപ്യൂട്ടിയോട് പറഞ്ഞു അവർക്ക് ആവശ്യമായ ലൈറ്റും പ്രകാശമുള്ള ലൈറ്റ് വാങ്ങിച്ചു കൊടുത്തു. അദ്ദേഹം എന്തുവായാലും അനുഭാവപൂർവ്വം ഞാൻ പറഞ്ഞത് സ്വീകരിച്ച് 3 ലൈറ്റ് മേടിച്ചു കൊടുത്തു. ആ 3 ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഇതുങ്ങൾ അവിടെ വരുന്നത്. അത് പോരാ, അത്രയും വെട്ടം പോരാ. ഇവർക്കും പാവപ്പെട്ട സാധുക്കളായ ഉദ്യോഗസ്ഥർക്കും കുടുംബം ഉണ്ടല്ലോ, അവർക്കും സംരക്ഷിക്കണ്ടേ. അവര് രാത്രി ആന വരുമ്പോ അവരെങ്ങനെയാ ഓടിക്കുന്നത്? ഒരേ പടക്കം എറിഞ്ഞ് ഓടിക്കുക, അവരെ തിരിച്ച് ആന ഓടിക്കുക. നിലവില് വനപാലകർ ജോലി ചെയ്യാൻ സന്നദ്ധരായ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിലും പക്ഷെ അവർക്ക് സംവിധാനമില്ല. അപ്പൊ ഈ സംവിധാനത്തിന്റെ പോരായ്മ നമ്മൾ നിരവധി പ്രാവശ്യം ഉദ്യോഗസ്ഥരെ ശ്രദ്ധപ്പെടുത്തിയതല്ലേ? ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധപ്പെടുത്തി, നമ്മൾ MLAയോട് പറഞ്ഞു. പക്ഷെ MP യോട് ഞാൻ പറഞ്ഞിട്ടില്ല. MP യോട് പറയേണ്ട കാര്യമില്ല. കാരണം MP ഇവിടെ നിന്ന് വോട്ട് മേടിച്ച് പോയതാ. ഇത്രയും ശല്യം വന്നിട്ട് ഇവിടെ രാഷ്ട്രീയമില്ല, വ്യക്തിയില്ല, കക്ഷിയില്ല. ഇവിടെ പല രാഷ്ട്രീയക്കാരാ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെല്ലാം ഒത്തൊരുമയോടാ നിൽക്കുന്നത്. കാരണം മലയോര കർഷകരെ സംരക്ഷിക്കാൻ ഇവിടെ മാറി മാറി വരുന്ന ഒരു സർക്കാരും ചെയ്യുന്നില്ല. MLAയോട് ഞാൻ പലവട്ടം വിളിച്ചു. MLA ഫോൺ എടുത്തു. MLA പറഞ്ഞു എല്ലാം കോമളകുമാറിനോട് പറഞ്ഞാൽ മതി, അതായത് ബ്ലോക്ക് മെമ്പറോട്. അപ്പൊ അവൻ എന്ത് ചെയ്യും? MLA എന്ത് ചെയ്യാനാ? MLAക്ക് പറയാനൊരു ഇതില്ലല്ലോ. കാരണം അവരുടെ വനം വകുപ്പ് മന്ത്രിയല്ല. വാ പൊളിക്കാത്ത, സംസാരിക്കാൻ അറിയാത്ത ഒരു വനം വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ കേരളത്തിനുള്ളത്. അതുപോലെ ഏതെങ്കിലും ഗണേഷ് കുമാറിനെ പോലെ ഒരു മന്ത്രി വന്നിരുന്നെങ്കിലേ ഞങ്ങൾക്ക് എന്ത് കാര്യം പോയി സ്വതന്ത്രമായി സംസാരിച്ച് ഞങ്ങൾക്ക് കാര്യം സാധിക്കായിരുന്നു. കാരണം അദ്ദേഹമായിരുന്നെങ്കിൽ ഞങ്ങളെ മലയോര കർഷകരെ സംരക്ഷിച്ചേനെ. ഞാൻ രാഷ്ട്രീയം പറയുമല്ല, ഒരു രാഷ്ട്രീയമില്ല, ഞാൻ ആ രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയുമല്ല. കാരണം ഞാനൊരു മുൻ മെമ്പർ എന്ന നിലയിൽ എനിക്ക് എല്ലാ ജനങ്ങളും ഇവിടെ ആവശ്യമാണ്. ഇവിടെ രാഷ്ട്രീയം പറഞ്ഞാണ് ഞങ്ങളെയൊക്കെ അവർ സഹായിക്കുന്നത്. ഞാൻ അവരുടെ ആവശ്യത്തിനും അങ്ങോട്ട് എല്ലാവരും ഉണ്ട്. കാരണം ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ വയ്യ. ആന വീട്ടുമുറ്റത്താ. 6 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ വയ്യ. അതിനോടൊപ്പം ഇപ്പൊ 5 ദിവസം വൈദ്യുതി ഇല്ലായിരുന്നല്ലോ. വൈദ്യുതി ഇല്ല. എന്റെ വീടിന്റെ ജനൽ തല്ലിപ്പൊളിക്കാനായിട്ട് ആന ചാടി ഇങ്ങി വന്നേ.
അന്ന് എന്റെ ഹസ്ബൻഡ് വന്ന് അമിട്ട് പൊട്ടിച്ചില്ലായിരുന്നു എന്റെ വീട് തകർത്തേനെ ആന. ഞങ്ങൾ എന്ത് ചെയ്യും? നിലവില് ഈ ഈ കിഴക്കൻ മലയോര മേഖലയിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ചെറിയൊരു കാറ്റടിച്ചാൽ പോലും മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം താറുമാറായി പോകുന്നത്. ഈ വന്യമൃഗശല്യം ഇത്ര രൂക്ഷമായിരിക്കുന്ന സമയത്ത് കറണ്ട് കൂടി ഇല്ലെങ്കിൽ അവരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അപ്പൊ ഈ വൈദ്യുതിയുടെ ഒരു മുടക്കം ഈ പ്രദേശത്ത് നിങ്ങളെ വളരെയധികം ദോഷം ചെയ്യുന്നില്ലേ? വൈദ്യുതി മിക്കപ്പോഴും ഇല്ല. മഴയുടെ കാറ്റടിക്കുമ്പോൾ അന്ന് വൈദ്യുതി ഇല്ല, ഫോൺ വിളിക്കാൻ മാർഗമില്ല, ആനശല്യം മാത്രമേ ഉള്ളൂ. നിരന്തരം ജോലിക്ക് പോയിട്ട് വീട്ടിൽ വരാനൊക്കാത്ത സാഹചര്യം പോന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മളിവിടെ ഈ എത്ര മണിക്ക് നമുക്കൊരു ഈ ഞാൻ മനസ്സിലാക്കിയത് ഈ ഏത് സമയത്തും നിശ്ചിത സമയമൊന്നുമില്ല, എന്നാലും ആനയുടെ ശല്യം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ആന സന്ധ്യ സമയം മുതലേ ആനയാ. ഇപ്പൊ ഇന്ന സമയമൊന്നുമില്ല, സകല സമയമുണ്ട്. നമ്മൾ എപ്പോ വന്നാലും ആന അയ്യത്ത് കാണും. അല്ലെങ്കിൽ നമ്മൾ വരുന്ന റോഡിൽ കൂടി ഞാൻ പോരുക. അപ്പൊ നമുക്ക് ആനയുടെ ശല്യം ഇവിടെ ഒന്ന് രണ്ട് പേർക്ക് ആനയുടെ ശല്യം ഉണ്ട്. ഇടയ്ക്ക് ഒരു അംഗൻവാടിയുടെ മണ്ടയ്ക്ക് കയറി ഇന്ന രക്ഷപ്പെട്ടെന്ന് ഈ പ്രദേശം, അത് ഈ സ്ഥലത്ത് തന്നെ അല്ലല്ലോ? ഹെൽത്ത് ഞാൻ ആന ഓടിക്കുമ്പോൾ വരുമ്പോ എന്റെ മുറ്റത്ത് നിന്ന് വാഴ എടുത്തപ്പോഴാണ് ആന ഓടിക്കുന്നത്. നമ്മളാണ് ഹെൽത്ത് സെന്റർ ഹെൽത്ത് അത് വലിയൊരു ആനയായിരുന്നു. വലിയൊരു ആനയായിരുന്നു. അപ്പൊ ഈ ഞാൻ അന്ന് ഇവിടെ വാർത്ത ചെയ്യാനായിട്ട് നമ്മളോട് വന്നപ്പോഴേ ഈ ഒരു മഹാദേവർമൺ എന്ന സ്ഥലത്തൊരു ഫാമിംഗ് കോർപ്പറേഷന്റെ അവിടെ ഒരു ആളെ കൊന്ന ആനയാണ് മുള്ളുമലയില് മുള്ളുമല സൂതനെ കൊന്ന ആനയാ ഇവിടെ വന്ന് ആനയാണ് ഇവിടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വീടുകളിലെ നമുക്ക് ആർക്കും ഒന്ന് കിടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ആന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആണ് വലിയ ശല്യം തന്നെ. പിന്നെ തെങ്ങ് തടി തിരിയാൻ തുടങ്ങിയ തെങ്ങ് 3 എടുത്ത്, വാഴ, തെങ്ങ്, പ്ലാവ് എല്ലാം നശിപ്പിച്ച് വീട്ടിൽ കിടന്നുറങ്ങാനൊക്കത്തില്ല. അത് റോഡേ കൂടി ഇഞ്ഞ് വരുവാ. മേളിൽ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് അയ്യത്തിൽ നിന്ന് ഇറങ്ങി റോഡിൽ കയറി അപ്പുറം ഇപ്പുറം എല്ലാം പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള കൃഷി എന്തൊക്കെയാ നശിപ്പിക്കുന്നത്? നശിപ്പിച്ച മൊത്തം നശിപ്പിച്ച് ഇട്ടേക്കുവാ. ഇഞ്ചി ഒന്നും ചവിട്ടി എല്ലാം കളഞ്ഞ്, വാഴയെല്ലാം പോയി, തെങ്ങ് പോയി. പിന്നെ ഇനി എന്തുവാ ഞങ്ങൾക്കൊന്നും ഒന്നും മേലെ ചെയ്ത് തിന്നാനൊക്കത്തില്ല. പന്നിയുടെ, ആനയുടെ, മ്ലാവിന്റെ എല്ലാം ശല്യം കൊണ്ട് ഞങ്ങൾക്ക് യാതൊന്നും എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കണം. കാശിന് എവിടെ പോവും? നമ്മള് ഈ ആനയുടെ ശല്യമേ ഈ അടുത്തിടയില് ഈ നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? ഞാൻ ഒരു 40 വർഷം കൊണ്ട്. ഈ അടുത്ത എത്ര വർഷം കൊണ്ടാണ് ഈ ആനയുടെ ശല്യം ഇത്ര രൂക്ഷമായിട്ട് വരുന്നത്? ദിവസമായതൊരു 8 വർഷം. ഏറ്റവും വലിയ ശല്യം 3 വർഷം. അത്രേ ശല്യം വന്നത് അങ്ങനെ. നേരത്തെ ഉണ്ടായിരുന്നു, എങ്കിലും ഇപ്പൊ ഭയങ്കരമായ ശല്യം. അടുത്ത ഒരു 3 വർഷത്തിനകത്താണ് ഈ ആനയുടെ ശല്യം ഇത്ര അധികമായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആനയുടെ ശല്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത് പരാതിയുമായിട്ട് വരുമ്പോൾ നമുക്ക് കിടങ്ങ് സ്ഥാപിക്കുക, അല്ലെ സോളാർ ഫെൻസിങ് സ്ഥാപിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില സംവിധാനങ്ങളാണ് സർക്കാർ ഒരുക്കി തരുന്നത്. നമുക്കിവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ? കിടങ്ങ് ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ അത് പ്രയോജനമില്ലാത്ത രീതിയില. അപ്പൊ ഈ കിടങ്ങ് ഞങ്ങളുടെ പുരയിടത്തിനോട് ചേർന്ന്, സോളാറിനോട് ചേർന്ന് എടുത്തിരുന്നെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനം കിട്ടിയ. ഇപ്പൊ അങ്ങനെയല്ല എടുത്തിരിക്കുന്നത്, ഒരുപാട് അകലത്തിലാണ് എടുത്തേക്കുന്നത്. ഞങ്ങളുടെ പുരയിടമായിട്ട് അകലവാ അവരെടുത്തേക്കുന്നത്. ഈ സോളാർ വേലികൾ നമ്മൾ സ്ഥാപിച്ചപ്പോൾ ഒരു പരിധി വരെ അത് ഫലപ്രദമായിരുന്നു. പക്ഷെ അതൊന്നും മെയിൻ്റെനൻസ് ചെയ്യാൻ സമയബന്ധിതമായി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് വീണ്ടും തകർന്നു പോയിട്ടില്ല. എനിക്ക് ഇത് തന്നെ പറയാനുള്ളത്. വീട്ടിൽ കിടന്നുറങ്ങണ്ട, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വാഴ, തെങ്ങ് ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് മൊത്തം ആന കൊണ്ടുപോവുക, ആന ചവിട്ടിപ്പറിക്കുക. ലൈറ്റ് അടിച്ചാൽ പോലും ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും, നമ്മളെ ഓടിക്കാനുള്ള രീതിയിൽ കൂടെ. അപ്പോഴേ കയറി കഥ അടക്കി. ഇതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവം. റോഡിൽ കൂടെ വരുക, മുറ്റത്തൂടെ കയറുക, അങ്ങ് വരിക. അതുപോലെ തന്നെ നമ്മള് ചെറുകടവിന്റെ തന്നെ മറ്റൊരു മേഖലയാണ് ഈ മൂലമൺ എന്ന് പറഞ്ഞ സ്ഥലം. ഇത് ജനവാസ മേഖലയാണ്, വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖല. അപ്പൊ നമ്മൾ നിൽക്കുന്നത് തന്നെ ഒരു വീട്ടിലാണ്. ഈ വീട്ടിലൊക്കെ നിരന്തരം ആന സന്ദർശകരാണ്. തൊട്ടപ്പുറത്ത് വന്ന് നിൽക്കും. കൊച്ചുകൊച്ചുങ്ങളൊക്കെ ആനയെ കണ്ട സ്ഥിരം കാണും. നമ്മളെ ആനയെ കാണാറുണ്ടോ ദിവസം? എത്ര എണ്ണം വരും ഇവിടെ? 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് വന്ന് എല്ലാം തള്ളിയിടും. അന്നേരം അല്ലേ നമ്മൾ ഓടിച്ചു വരുമ്പോ ദേഷ്യമൊക്കെ കാണിച്ച് നമ്മുടെ മേടിച്ചിട്ട് വരാനും ആ ദേഷ്യം എല്ലാം കണക്ക് വേറെ എന്തെങ്കിലും തള്ളിയിടും. അങ്ങനെയൊക്കെ അപ്പൊ ഈ കുട്ടികളൊക്കെ സ്ഥിരം നമ്മുടെ ഈ വീട്ടില് ഒരു മൃഗത്തിനെ വളർത്തുന്ന പോലെ അവരിപ്പോ കണ്ടു പരിചയിച്ചു. പക്ഷെ വളരെ അപകടകാരികളല്ലേ? അത് ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നല്ല ആന ഓടിച്ച് ഞങ്ങൾ കൂടെ ഓടി ചേച്ചി മറിഞ്ഞൊക്കെ വീണ് ഓടി മറിഞ്ഞു വീണാറ് ഇവിടെ ഒക്കെ മുറിയൊക്കെ ചെയ്ത്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നപ്പോഴേ നമ്മുടെ പഴയ മെമ്പർ ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നു
ആന ഓടിച്ച് മറിഞ്ഞു ദാണ്ട ഞങ്ങളുടെ ഈ പോസ്റ്റിന്റെ അവിടം വരെയാ 3-4 ദിവസത്തേക്ക് മുമ്പ് വന്നത്. എന്തോ ചെയ്യാനൊക്കും, വെട്ടം കണ്ടോണ്ട് പിന്നെ തിരിച്ചങ്ങ് പോയി. ഇവിടെ വെച്ച് ആന ഓടിച്ചോ? ഞങ്ങൾ മുറ്റത്ത് നിൽക്കുമായിരുന്നു, എല്ലാരും കൂടെ വാ വെച്ച് ഓടിക്കാന്ന് പറഞ്ഞിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാ. അന്നേരം ആന ഒറ്റ വിളിയും ഞങ്ങൾ എല്ലാരും കൂടെ ഓടിയതാ ഞങ്ങളുടെ പെരയ്ക്കകത്തോട്ട് കയറാന്ന് പറഞ്ഞോണ്ട്. അന്നേരം 7:30 മണി ആയതേ ഉള്ളൂ, സന്ധ്യ ആയതേ ഉള്ളൂ. എന്തോ ചെയ്യാനൊക്കെ, ഞങ്ങളെ കൊണ്ട് യാതൊരു നിവർത്തിയില്ല. ഒന്നാമത് ഞങ്ങളുടെ എല്ലാം വിട്ടുകളി ആണുങ്ങളില്ല. 19 മൂട് വാഴ എടുത്തു, റബ്ബർ എല്ലാം ചവിട്ടി ചാച്ചു, ഇടിയൊക്കെ ചവിട്ടി ഇടിച്ചു, എല്ലാം നശിപ്പിക്കുക. എന്നും പേടിച്ചിട്ടാ കിടന്നുറങ്ങുന്നത്. ഞങ്ങളുടെ വീട്ടിലും ആണുങ്ങളില്ലേ 5-6 തെങ്ങും മടക്കാമരവും റബ്ബറും എല്ലാം കളഞ്ഞിട്ടിരിക്കുക. സന്ധ്യക്ക് മുമ്പേ വരും. ഇപ്പൊ ഇത് കൂടുതലും ഞങ്ങൾക്ക് ഇപ്പൊ വന്നിരിക്കുന്നതല്ല, അവിടെ സോളാർ എടുത്ത് വസ്തുവിന് അരി കൂടെ എടുക്കാതെ കിടങ്ങെടുത്തതാ ഇത്രയും കുഴപ്പം. അതിനകത്ത് നിൽക്കുക. പക്ഷെ അതിനെ ഓടിച്ച് കളഞ്ഞേച്ച് കിടങ്ങെടുത്തായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും ശല്യം വരികയില്ലായിരുന്നു. ഇതിനു മുമ്പ് ഇത്രയും ശല്യം ഉണ്ടായിട്ടില്ല. വന്നാലും അങ്ങ് പോത്തേ ഉള്ളായിരുന്നു. ആന ഓടിച്ച് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തു. ആന ഓടിച്ച് നമ്മൾ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടതാ. ഇവിടുന്ന് എവിടെ വെച്ചായിരുന്നു? നമ്മുടെ വീടിന്റെ അവിടെ വെച്ച് വീടിന്റെ മുറ്റത്ത് വന്ന് എത്ര ദിവസമായി ഇപ്പൊ? ഇപ്പൊ ഒരാഴ്ച വന്നിട്ട്. എത്ര ആനയാ സാധാരണ സാധാരണ 2-3 ആനയും വരും, ഒരുമിച്ച് വരും. കുഴപ്പക്കാരായ ആനകളുണ്ടോ? കുഴപ്പക്കാരനുണ്ട്, ഒരു കൊമ്പൻ, വലിയൊരു കൊമ്പനുണ്ട്. അത് ഭയങ്കര ശല്യം. അത് ലൈറ്റ് അടിച്ചാൽ നമ്മൾ കൂടെ പറ്റും. അത് ഓടിച്ചു വിടാൻ സമ്മതിക്കത്തില്ല. ഓടിച്ചു വിടാൻ സമ്മതിക്കത്തില്ല. നമ്മളെ തിരിച്ചു ഓടിക്കും. നമ്മളെ തിരിച്ച് ഓടിക്കാൻ നിൽക്കുക. സാധാരണ ആനകളെ നമ്മൾ ഓടിച്ചാ പേടിപ്പിക്കുക. പേടിപ്പിച്ച പടക്കമൊക്കെ പിടിക്കാതെ പോകുന്നതാ. ഇത് പോകത്തില്ല. പടക്കം വെടിയെടുത്ത് അവിടെ എടുക്കുമ്പോൾ നമ്മുടെ അടുത്തോടെ വരുന്നത്. ഭയങ്കര ശല്യം അത്. അപ്പോഴേ ഈ കുമരംകുടി ഫാമില് ഒരു വാച്ചറെ കൊന്ന ഒരു ആന ആ ഈ ഒരു ആന, മേഖലയിലുണ്ടെന്ന് ആ ഒരു ആനയാണ് പറയുന്നത്. ഒരു ആനയാണ് പറയുന്നത്. ഒരു ചെവി മുറിയ ആന. അങ്ങനെ അപകടകരമായ കാര്യങ്ങളായ ആനകള് ഈ പ്രദേശത്ത് ഇവിടെ ജനങ്ങളെ സ്വജീവൻ തകർക്കുന്നുണ്ട്. അത് ലൈറ്റ് വാഴയൊക്കെ പോയല്ലേ? ഒത്തിരി വാഴ പോയി. എന്നെ കൂടി ഞാൻ ലൈറ്റ് ഇട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോരുവാ. ഞാൻ ഓടിപ്പറിക്കാതെ അത് കടച്ച്. അല്ല എന്തോ ചെയ്യുന്നത്? എന്നിട്ട് ആരെ വിളിച്ച് ആര് വരാണ്? എല്ലാവർക്കും പേടി. ആരും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. 7 മണി കഴിഞ്ഞ് വീട് അടച്ച് പരിക്കാതിരിക്കുക. ഇവിടെ ഈ പ്രദേശം ഞങ്ങൾക്ക് സമാധാനം, ഇത്ര ശല്യം പറ്റില്ല. അതെ, ഈ കിടങ്ങുകളുടെ നിർമ്മാണത്തിലെ അപാകതയാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരുടെയൊക്കെ താമസ സ്ഥലത്തിൽ നിന്നും വളരെ അകലെ വനത്തിനകത്തൂടെ അത് ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത നിലയിൽ എടുത്ത ഒരു കിടങ്ങ് സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നതല്ലാതെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അവരുടെ അനുഭവം കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. 45 കൊല്ലം കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ജീവിതം ഇപ്പം വലിയ കുഴപ്പമായിട്ട് വന്നിരിക്കും. ഒരു കുഴപ്പമില്ലാത്ത 45 വർഷമായിട്ട് നമ്മൾ ഇവിടെ ഉള്ള സമയത്ത് ഈ ആനശല്യം അന്ന് മുതലേ ഉണ്ടോ അതോ ഇപ്പോഴാണോ? അല്ല, കൂടുതലും ഇപ്പോഴാ ഉള്ളത്. അന്ന് വന്ന വെച്ചാൽ അങ്ങ് പോത്തേ ഉള്ളൂ. ഇപ്പോഴാണ് ഈ ശല്യം മൊത്തം ഞങ്ങളെ കൊല്ലാൻ വരുക. മൊത്തം രാത്രി കിടക്കണ്ട, ഉറങ്ങണ്ട, പടക്കം പൊട്ടിച്ച് കിടക്കുക. എത്ര ആനയാ ഇവിടെ ശല്യം ചെയ്യാൻ? 6-7 വരുന്നത്. 1-2 ഒന്നുമല്ല, 6-7 കൂട്ടത്തോടാ വരുന്നത്. ലാഭം നിൽക്കാനൊക്കെ ഉരുത്തി ചക്ക ഇടുക, അടച്ച് അങ്ങ് കളയുക. എന്തോ ചെയ്യാനാ? നമ്മൾ ഈ ആനശല്യം വരുമ്പോഴേ നമുക്കിവിടെ ഈ ആരെങ്കിലും വനംവകുപ്പിനെ ഒക്കെ വിളിക്കണമെങ്കിൽ മൊബൈൽ ടവറോ അല്ലെങ്കിൽ റേഞ്ചോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു കാര്യങ്ങളും ഇല്ല. ആരാ വിളിച്ചാലും വരുത്തുമില്ല. എന്തോ ചെയ്യാനാ? ഈ വനംവകുപ്പിന്റെ ആരെങ്കിലും വരുമോ? നമ്മളെ വിളിച്ചാ വരും. അവരും രാത്രിയിലൊക്കെ വരും. അവർക്കൊന്നും ചെയ്യാനില്ല. അവര് ഓടിച്ചു കളയും. അവരും പടക്കം പൊട്ടിച്ചു. അല്ലാതെ അവരിപ്പോ എന്തോ ചെയ്യുന്നത്? ഇവിടെ അങ്ങനത്തെ ഉള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ ജീവിതം വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക. കിടങ്ങുകളുടെ നിർമ്മാണത്തിലെ അപാകതയാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരുടെയൊക്കെ താമസ സ്ഥലത്തിൽ നിന്നും വളരെ അകലെ വനത്തിനകത്തൂടെ അത് ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത നിലയിൽ എടുത്ത ഒരു കിടങ്ങ് സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നതല്ലാതെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അവരുടെ അനുഭവം കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് പുറകിലായി കാണുന്ന ഈ പ്രദേശത്ത് 100 കണക്കിന് ആൾക്കാരാണ്, വീടുകളാണുള്ളത്. അതിനോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള ഒരു വനം അതിർത്തിയാണിത്. ഇവിടെ സോളാർ ഫെൻസിങ്ങുകൾ ഇവരുടെ സംരക്ഷണത്തിനായി വനം വകുപ്പ് സ്ഥാപിച്ച സോളാർ ഫെൻസിങ്ങുകളാണ് നമുക്ക് ഈ കാണുന്നത്. ഇത് ഒരു ആന ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ ഇളകിപ്പോകുന്ന നിലയിലുള്ള വളരെ ബലം കുറഞ്ഞ കമ്പികളും ഒക്കെ ഈ ഇതിന്റെ കമ്പികളുടെ ഒക്കെ അവസ്ഥ ഉണ്ട്. സോളാർ ഇതാണ് ഇത് എല്ലാം തകർന്ന്
ഇളകി പകർന്ന് തകർന്ന ഒരു പരുവത്തിലായി കിടക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് ഇത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ആനയ്ക്ക് ഇതുവഴി കടന്ന് ഈ ജനവാസ മേഖലയിലൊക്കെ എത്തുന്നതിന് ഒരു പാടും ഇല്ലാത്ത അവസ്ഥയാണ്. അത്തരത്തില് ഒട്ടും സുരക്ഷിതമല്ലാത്ത നിലയിലുള്ള കമ്പികളും പവർ കുറഞ്ഞ ബാറ്ററികളും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു വേലി സ്ഥാപിച്ചിരുന്ന ഒരു കമ്പിയുടെ ബലമാണ്. ഒരു ആന വരാതിരിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന സോളാറിന്റെ ഒരു കമ്പിയാണ്. ഇതിനെന്ത് ബലമുണ്ട്? ഇത്തരത്തിൽ വളരെ ഒരു ദീർഘവീക്ഷണമില്ലാത്ത, എങ്ങനെയെങ്കിലും സർക്കാർ ഫണ്ട് ചെലവഴിക്കുക, സോളാർ വേലികൾ സ്ഥാപിക്കൂ എന്ന് പേരുണ്ടാക്കുക എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോക്ക്. ഇത് ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണം നൽകണം എന്നുള്ള ഉദ്ദേശത്തോടു അല്ല ഇത്തരം സോളാർ വേലികളൊക്കെ സ്ഥാപിക്കുന്നത് എന്ന് വേണം ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാട്ടിത്തരുന്നത്. അങ്ങനെയാണ്. കാരണം നോക്ക്, ആദ്യത്തെ മനസ്സിലാക്കാൻ തോന്നിയുള്ളൂ. വളരെ വളരെ വില കുറഞ്ഞ കമ്പികളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 27 വർഷമായി. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നയാ. എന്റെ കൃഷികളെല്ലാം നശിപ്പിച്ചു. അന്നേരം ഞാൻ വിചാരിച്ചു ഇനി അയ്യത്തിന്റെ അടുക്കൂടാവുമ്പോ അരിയെ കൂടെ ആവുമ്പോ ഒത്തിരി സമാധാനം കിട്ടുമല്ലോ, എന്തെങ്കിലും മേലെ ചെയ്ത് തിന്നാവല്ലോ എന്ന് വിചാരിച്ചു. അവര് മലയുടെ നടുക്കൂടെ എടുത്ത് അവര് കാശ് വാങ്ങിച്ചു. അത്രേ ഉള്ളൂ. നമ്മുടെ വസ്തുവിൽ നിന്നും ഒത്തിരി ദൂരെയാണ് ഇപ്പൊ നിലവിൽ അവർ കിടങ്ങെടുത്തത്. കടങ്ങെടുത്തെന്ന് പറഞ്ഞ അര മൈലിന് ദൂരെയാ. അര മൈലിന് ദൂരെ. അപ്പൊ മലയുടെ നടുക്കൂടെ ആന ഇങ്ങോട്ട് വരുന്ന ആനയെല്ലാം റോഡേ കൂടെ വന്ന് അയ്യങ്ങളിൽ കയറുക. അപ്പോ ഈ അമ്മ ചൂണ്ടിക്കാണിച്ച ആ വസ്തുത വളരെ 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 നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അമ്മ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഈ കിടങ്ങെടുത്തത് ഫലപ്രദമല്ല എന്ന് പറയാൻ കാരണം, ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഭാഗങ്ങളിൽ ആ കിടങ്ങുകൾ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ കിടങ്ങുകൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് വരെ നിന്നു പോവുകയാണ്. ആനകൾ കിടങ്ങിന്റെ മറു സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ റോഡിൽ കൂടി നടന്ന് അപ്പുറത്തേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം. അതിലെ കൂടെ ഇതിലെ കൂടെ എല്ലാം ഇറങ്ങി. അന്നേരം നമ്മൾ വിചാരിച്ചു അയ്യത്തിന്റെ അരുവിനൂടാവുമ്പോ ഒത്തിരി സമാധാനം ഉണ്ടല്ലോ, എന്തെങ്കിലും മേലെ ചെയ്ത് തിന്നാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഇനി ഒന്നുമില്ല. റബ്ബർ മരം പോലും കണ്ടത്തിൽ ഒരു തെങ്ങുണ്ടായിരുന്നു, അതും തള്ളി. നമുക്ക് ഇവിടെ ആകെ ഉള്ളത് KSRTCയുടെ ഒരു ബസ് സർവീസാണ് ഇവർക്ക് പട്ടണവുമായിട്ട് ബന്ധപ്പെടാൻ. അവര് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ തന്നെയും അവർ കൃത്യമായി ഇവിടെ സർവീസ് നടത്തുന്നു. ഒരു പരിധി വരെ അത് ജനങ്ങൾക്ക് പ്രയോജനമാണ്. ഈ ശല്യം ഇങ്ങനെ പെരുകുന്ന സാഹചര്യം വരുവാണെങ്കിൽ ബസ് പോലും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഈ മൃഗങ്ങളുടെ ശല്യം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ എങ്ങനെയുണ്ട്? വളരെ കൂടുതലാണ്. വളരെ കൂടുതലെന്ന് വെച്ചാൽ ഒരു തേങ്ങ പോലും, മറ്റേ പണ്ടാണെങ്കിൽ നമുക്ക് തേങ്ങ ഇഷ്ടം പോലെ അരയ്ക്കാനും ഉണ്ട്, ആട്ടാനും ഉണ്ട്. ഇപ്പൊ ഒരൊറ്റ തേങ്ങ കിട്ടത്തില്ല ഇവിടങ്ങളിൽ. ഞങ്ങൾക്കെന്നല്ല എല്ലാവർക്കും, ചെറുകിടവ് മൊത്തത്തില് അത് മലയണ്ണാന്റെ ശല്യം ഭയങ്കരം. പിന്നെ പ്ലാവ് മരത്തിന് പട്ട മൊത്തം പ്ലാവ് കാന്ത് തിന്നുക. പിന്നെ ആന, മെയിൻ ആയിട്ടുള്ളത് ആനയും മലയണ്ണാന്. പ്ലാവ് എന്തേലും തൈയൊക്കെ വെച്ചാൽ, റബ്ബർ തൈ വെച്ചാൽ അതിന്റെ മണ്ട മൊത്തം തിന്നുക. അപ്പൊ നമുക്കിവിടെ ഈ സോളാർ ഫെൻസികൾ നമുക്കിപ്പോ അവിടെ കാണാം. അവിടെ സോളാർ ഫെൻസികൾ പോയിട്ടുണ്ട്. പക്ഷെ സോളാർ ഫെൻസികൾ ഒന്നും തകർന്ന അവസ്ഥയിലാണല്ലോ. സോളാർ ഫെൻസിങ് ഇട്ട ശേഷം ഒരു 6 മാസം പോലും അത് പ്രവർത്തിച്ചിട്ടില്ല. കാരണം ഇതിന്റെ ബാറ്ററി പോയി എവിടുന്ന് മേടിക്കും? തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുത്തെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാർ പോയി മേടിക്കും. 2000, 2500, 5000. നമ്മുടെ നാട്ടിലെ ബാറ്ററി എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ വീടുകളിൽ വെച്ചേക്കുന്ന ബാറ്ററിക്ക് എത്രയാണെന്ന്. ഇത് മേടിച്ചോണ്ട് വെക്കും, എവിടെങ്കിലും ഒരു മെയിൻ്റെനൻസ് ചെയ്യത്തില്ല. തൊഴിലുറപ്പുകാരെ കൊണ്ട് കാട് വെട്ടിക്കും. ബില്ല് എഴുതിയെടുക്കുന്ന ആരാ? ഫോറസ്റ്റുകാര്. ഇത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ചെവിയിലെത്തണം. ഈ സോളാറിന്റെ എത്ര ബില്ല് ഉപയോഗശൂന്യമായി കിടന്ന സോളാറിന്റെ ബില്ല് എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിജിലൻസ് അന്വേഷിക്കണം. അതുപോലെ തന്നെ ഈ കിടങ്ങെടുത്തത് ആരെയോട് ചോദിച്ചിട്ടാ? ഈ ആദ്യം പറയാനുള്ളത്, ഈ കിടങ്ങെടുത്തിന് എസ്റ്റിമേറ്റ് എടുത്ത ആ ഉദ്യോഗസ്ഥന് ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ ഞങ്ങളുടെ വാർഡിന്റെ വലിയ ഒരു അവാർഡ് കൊടുക്കാം. കാരണം ഇത്രയും ബുദ്ധിയോടുകൂടി അദ്ദേഹം എടുത്തല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞങ്ങളുടെ പറമ്പിന്റെയോ വീടുകളുടെ അതിരിലൂടെ ഇങ്ങനെ പോകേണ്ടതിന് കിലോമീറ്ററുകൾ താണ്ടി അപ്പുറത്ത് പോയി കിടങ്ങെടുത്ത് ആരെ സംരക്ഷിക്കാൻ? ആരെ? ഒരു റേഞ്ച് ഓഫീസർ അവിടെ സർവകക്ഷി യോഗം കൂടിയപ്പം പറയുന്നിട്ട് പാറ ഉള്ളിടത്ത് എന്തോ ചെയ്യണം. ഇവിടെ എസ്റ്റിമേറ്റ് എടുത്തപ്പോ ഇവർക്ക് അറിയത്തില്ലായിരുന്നോ പാറ പൊട്ടിക്കാൻ സംവിധാനം ഇല്ലേ ഇവർക്ക്? പാറ പൊട്ടിച്ചിട്ട് അവരവിടെ എടുക്കണമായിരുന്നു. ഇവരിതൊന്നും ചെയ്തിട്ടില്ല. പാറ പൊട്ടിക്കാതെ അവിടെ ആനയ്ക്ക് കയറി ഇറങ്ങി നടക്കാം. ഇല്ല. നിലവില് നമ്മളിപ്പോ ഈ കിടങ്ങെടുത്ത് വന്നപ്പോഴേ ഈ പാറ പൊട്ടിച്ച് കളയാത്ത സ്ഥലം വന്നപ്പോ അത് അങ്ങനെ തന്നെ കിടക്കുക. അപ്പുറം ഇപ്പുറം പോകാം. പിന്നെ 2, ഇവിടുന്ന് മാമ്പഴത്തറയോട്ട് പോകുമ്പോ നമ്മുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അവിടെ മുട്ടിച്ചിട്ടില്ല. അവിടെ മുട്ടിച്ചില്ലേ ആന റോഡിൽ കൂടി ഇപ്പുറത്ത് വരത്തില്ലേ?
അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? അവര് ലക്ഷങ്ങൾ രൂപയുണ്ട്. ഇതൊന്ന് വിജിലൻസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ പൈസ എല്ലാം പലരായി വീതിച്ചുകൊണ്ട് പോയി. പല സിൽക്ക് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി എങ്ങാണ്ടാ ഇത് എടുത്തേക്കുന്നത്. ആർക്ക് ടെൻഡർ കൊടുത്തെന്നോ എന്നും അറിയത്തില്ല. ഇവിടെ സബ് എടുത്തവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത വ്യക്തിയെ വേണം ആദ്യം കാണാൻ. ആ DFO, അന്നിരുന്ന DFOയെ അന്വേഷിക്കണം, റേഞ്ച് ഓഫീസറെ അന്വേഷിക്കണം. ഇവരെല്ലാം കാശടിച്ചോണ്ട് പോയി. ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പം ഞങ്ങളുടെ ഇവിടെ പാവപ്പെട്ട കുറെ പേരുടെ പേര് കള്ളക്കേസ് എടുക്കാൻ അവർക്ക് എന്തൊരു പിന്നെ വിരുദ. ഒരു ആന കൊന്നെന്ന് പറഞ്ഞാലോ, ആന വന്നെന്ന് ചത്തെന്ന് പറഞ്ഞാലോ, മനുഷ്യനെ കൊന്നെന്ന് പറഞ്ഞാലോ അവർക്ക് വരണമെന്നില്ല. ഒരു സമയത്ത് ഒരു പന്നി എവിടെങ്കിലും ഒന്ന് എത്തി കിടക്കട്ടെ, അയ്യോ വാനന്റെ പടം എല്ലാം കൂടെ ഓടി വരും. എന്തിനാ? അവരുടെ പേര് കേസെടുക്കാം, കള്ളക്കേസ് എടുക്കാം. അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ? ഇവർക്ക് ജോലി ചെയ്യാൻ വയ്യല്ലോ, റോഡിൽ കൂടാ പോന്നെ. ഒരാട് കയറിയാ പിന്നെ പൊട്ടുന്ന കമ്പിയാണോ സോളാർ? അതുപോലെ തന്നെ നമ്മുടെ മൈക്കാമലിൽ നിന്ന് മൂലമണിലോട്ട് വരുന്ന ഒരു റോഡുണ്ട്, 70 മീറ്റർ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് ചെയ്യാൻ. അന്ന് മുതൽ പിറവന്തൂർ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് 5 ലക്ഷം രൂപ ഇട്ടേക്കുക. പക്ഷെ ചെയ്യാൻ പിറവന്തൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നില്ല. നമ്മള് സർവകക്ഷി യോഗം ചേർന്നല്ലോ, അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞേ NOC തരും. റേഞ്ച് ഓഫീസർ അതിബുദ്ധിമാൻ അദ്ദേഹം കൈമാറി ആർക്ക്? ഷാജിയോട് എന്ന് പറഞ്ഞ. ഷാജി ചോദിച്ചപ്പോ ഷാജി പറയുന്നത് എന്തുവാ? ഡെപ്യൂട്ടി, ഞാൻ പേര് പറയല്ല, ഷാജി എന്ന് പറയുന്ന ഡെപ്യൂട്ടി പറയുകയാണ് മലയെ കൂടെ എങ്ങനെ ഫോറസ്റ്റിനകത്തൂടെ കോൺക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഈ റേഞ്ച് ഓഫീസറും DFOയും ഒക്കെ കണ്ണ് തുറന്നു നോക്കണം. നമ്മുടെ മഹാദേവറമ്മ ഡിപ്പോയിൽ നിന്നും ഇടതുവശത്ത് അങ്ങോട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്തേക്കുന്നു. ഗണേശ് മന്ത്രി ഇരുന്നപ്പം അമ്പലത്തിന്റെ അങ്ങോട്ട് 1-2 വ്യക്തികൾക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ അന്വേഷിക്കേണ്ട. പാവപ്പെട്ട ഈ 10-40 വീട്ടുകാർക്ക് കോൺക്രീറ്റ് ചെയ്ത് എന്തുകൊണ്ട് സമ്മതിക്കാം? അതുമല്ല, അത് പഞ്ചായത്തിന്റെ ആസ്തിക്കകത്തുള്ള റോഡാ, എന്നിട്ട് ഇവര് സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? അപ്പൊ നമ്മുടെ ഈ വനാതിർത്തികളിലുള്ള റോഡും റോഡിന്റെ സൈഡില് കാട് വളർന്ന് നിൽക്കുന്നതും ഒക്കെ വെട്ടാത്തതൊക്കെ ഒരു പരിധിവരെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ്. കാരണം ഒരു റോഡിന് മാന്യമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റോഡുണ്ടെങ്കിലും ആ റോഡിന്റെ വശങ്ങൾ തെളിച്ചിട്ടുണ്ടെങ്കിലും ആന നിൽക്കുന്നത് കാണാം. നമുക്ക് അപകടത്തിൽപ്പെടാതെ എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ റോഡും അതുപോലുള്ള കാട് തെളിക്കലും ഒക്കെ ക്രിയാത്മകമായി നടത്തേണ്ടിയിരിക്കുന്നു. അതൊന്നും നടക്കുന്നില്ല. എന്നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആ റോഡ് ശരിയാക്കി തരാനുള്ള നടപടി അദ്ദേഹം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വാർത്തയെങ്കിലും കണ്ട് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയമില്ല, ഇപ്പം കക്ഷിയില്ല, വ്യക്തിയില്ല. ഞങ്ങളെ അങ്ങ് സഹായിച്ചേ പറ്റത്തുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഈ വാർത്ത കാണുന്നുവെങ്കിൽ അടിയന്തരമായിട്ട് ഫോറസ്റ്റുകാരെ ഓഫീസിൽ നിന്ന് വിളിച്ച് വേണ്ട നടപടി എടുക്കണം. നമ്മൾ ഈ യോഗത്തിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചു കേട്ട ഒരു ആവശ്യം, ട്രെഞ്ച് നിർമ്മിച്ചിട്ടുണ്ട്, സോളാർ വേലികൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ട്രെഞ്ച് നിർമ്മിക്കുന്നതിന് മുമ്പ് 9ഓളം ആനകൾ ജനവാസ മേഖലയിൽ ഉണ്ട് എന്നുള്ളൊരു ആരോപണമാണ് വന്നത്. അങ്ങനെ ഈ ആനകൾ ഉണ്ടെങ്കിൽ അതിനെ തുരത്തി ഓടിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അത് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം അത് എവിടെയാണ് എന്നുള്ളത് ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എവിടെയാണ് നിൽക്കുന്നത്, ഏത് ഭാഗത്താണ് രാത്രി കാലങ്ങളിൽ ഇറങ്ങാൻ സാധ്യതയുള്ളത്, പിന്നെ അത് എത്ര എണ്ണം, ഇപ്പൊ പറഞ്ഞുള്ള 9 എന്ന് പറഞ്ഞു, ഈ 9 എണ്ണം തന്നെ ഉണ്ടോ എന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. അപ്പം ആനയുടെ സാന്നിധ്യം എവിടെ കണ്ടാലും നമ്മുടെ സ്റ്റാഫ് ഒട്ടും താമസം ഇല്ലാതെ തന്നെ ആ സ്ഥലത്ത് എത്തിച്ചേരുകയും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് മറ്റും അതിനെ തുരത്തി വനത്തിലേക്ക് വിടാൻ അവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവില് ഈ ട്രെഞ്ചിനകത്ത് ജനവാസ മേഖലയിൽ ആന ഉണ്ട് എന്നുള്ളത് ഔദ്യോഗികമായിട്ട് വനം വകുപ്പിന്റെ അറിയാൻ കഴിഞ്ഞിട്ടില്ലേ? കുറെ ആനകൾ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്ന 9 എണ്ണം തന്നെയാണോ, 9 എണ്ണത്തിന്റെ കാര്യത്തിലേ ഉള്ളൂ, എന്നാലും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നമ്മൾ അതിനെ കാര്യക്ഷമമായിട്ട് അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഏത് ഭാഗത്തൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അത് നമ്മള് ഫീൽഡിൽ നിന്നും അതിന്റെ വിവരം ശേഖരിച്ചിട്ട് കൃത്യമായിട്ട് അവിടെ സമയത്ത് അവിടെ ചെന്ന് അതിനെ വനത്തിലേക്ക് തുരത്തിവിടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ആനകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കിഴക്കൻ മേഖലയിൽ ഞങ്ങളുടെ ഒരു ന്യൂസ് 18 ഞാനിവിടെ ഇവിടെ ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ KFDCയുടെ പറങ്കാൻതോട്ടത്തിൽ കേന്ദ്രീകരിച്ച് കുറച്ച് ആനകളുണ്ട്. പക്ഷെ വനം വകുപ്പുമായി സഹകരിച്ച് ഈ ആനകളെ തുരത്തി ഓടിക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കുപോക്ക് ഇതുവരെ ഉണ്ടാകുന്നില്ല. വനം വകുപ്പുമായിട്ട് അവർ എന്തുകൊണ്ടാണ് സഹകരിക്കാത്ത നിലപാട് സ്വീകരിക്കുന്നത്? അത് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. അവിടെ സഹകരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ അവിടെ ആ ഭാഗങ്ങളിലൊക്കെ PRT എന്ന് പറയുന്ന സംവിധാനം പോലെ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഓർഡർ പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനകത്തൊരു ഗവൺമെന്റ് നിർദ്ദേശമുണ്ട്. അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് അവർക്ക് വളരെ
സന്നദ്ധമായിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഈ സന്നദ്ധമായ ഈ ഗ്രൂപ്പിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെപ്പോഴും അവരുടെ സേവനം ഉണ്ടാകണം. പിന്നെ പൊതുജനങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ അതിനെ മാറ്റിയെടുക്കണം. ചുരുക്കി പറഞ്ഞാൽ വനം വകുപ്പും പൊതുജനങ്ങളും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്കിത് പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. വളരെ നിർണായകമായ ഒരു യോഗമാണ് ഇപ്പോൾ ഇവിടെ ചേർന്നത്. അപ്പം ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും വനംവകുപ്പിന്റെയും വിവിധ തല ഉദ്യോഗസ്ഥരുടെയും ഒരു കൂട്ടായ്മ ഉണ്ടായി. എന്തൊക്കെ തീരുമാനങ്ങളാണ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റിയത്? ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യന്റെ ജീവനും സ്വത്തിനും കൃഷിക്കും സംരക്ഷണം കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഉയർന്നു വന്നത്. അതിന്റെ ബേസിലാണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സന്ധ്യസമയത്തൊക്കെ യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അടിയന്തരമായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം, അതായത് കറവൂരിൽ നിന്നും പെരുന്തോൽ ഭാഗത്തേക്കും ബാക്കിയുള്ള മേഖല 21 വാർഡാണ് നമുക്കുള്ളത്. അത് അത്യാവശ്യം വേണ്ടുന്ന ഭാഗത്ത് ഉടൻ തന്നെ ലൈറ്റ് ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സൈഡിലും കാട് മൂടപ്പെട്ട് കിടക്കുന്നത് ഫോറസ്റ്റിലൂടെയാണ്. ആ ഫോറസ്റ്റിലൂടെയുള്ള കാട് വെക്കുന്നതിന് ഫോറസ്റ്റിന്റെ അനുവാദമാണ് വരുന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ അനുവാദം ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് കയറിയാം. അതിന് ഉദാഹരണം പറയാം. ഇവിടെ നമ്മുടെ കറവ് സ്കൂൾ മുതൽ മേലെ അറ്റം വരെയുള്ള ഭാഗത്ത് കഴിഞ്ഞ 2 ടേണായിട്ട് 10 ലക്ഷം രൂപ വീതം ആ റോഡ് ടാറിങ്ങിന് വേണ്ടി കോൺക്രീറ്റ് വെച്ചാണ്. പക്ഷെ ഫോറസ്റ്റിന്റെ അനുവാദം കിട്ടാത്തത് കൊണ്ട് 2 ടേണായിട്ട് ആ ഫണ്ട് ലാപ്സാവുകയാണ്. ഈ ജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിനും ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന നിലപാടുകളോട് വനം വകുപ്പ് സഹകരിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണോ? അങ്ങനെയല്ല, നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് എപ്പോൾ വിളിക്കുന്നുണ്ടോ കാര്യം പറഞ്ഞാൽ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗ്രാമീണ മേഖലയിലെ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി 2021, 22, 23, 24, 25 വർഷങ്ങളിൽ ഫെൻസിങ്, സോളാർ ഫെൻസിങ്, സോളാർ ഹാങ്ങിങ്, അതുപോലെ തന്നെ ടിൻ ഷീറ്റുകൾ എല്ലാം കൊടുത്ത് അവരെ പരമാവധി നമ്മൾ സഹായിച്ചു. പന്നിയുടെ ആക്രമണത്തിൽ നിന്ന് പിന്നെ പന്നിയെ വെടിവെക്കാനെ കൊണ്ടുള്ള ഉത്തരവ് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രദേശത്ത് പന്നിയെ വെടിവെക്കാൻ ലൈസൻസ് ഉള്ളവർ വളരെ ചുരുക്കമാണ്. ഒരാളുണ്ട്, അയാള് രാത്രി 9 മണി ആയി കഴിഞ്ഞാൽ പിന്നെ പോകാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പം സന്ധ്യാസമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ സേവനം മറ്റന്നാൾ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ മേഖലയിൽ പന്നിയെ വെടിവെക്കാൻ ഓടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ വിവിധ സന്നദ്ധ സംഘടനകളുമായി വനംവകുപ്പുമായി ഒക്കെ സഹകരിച്ച് നടപ്പിലാക്കും എന്നുള്ളൊരു തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജനകീയമായിട്ടുള്ള ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണതയിലെത്താൻ കഴിയത്തുള്ളൂ, ഇവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗ്രാമപഞ്ചായത്ത് എന്ത് തീരുമാനം എടുത്താലും അത് നടപ്പാക്കാൻ ജനകീയ പങ്കാളിത്തം അനിവാര്യമാണ്. അപ്പൊ അവരെയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വനപാലകരുടെയും കൂടെ സഹായത്തോടു കൂടി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ഒരുമിച്ച് ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ കഴിയും. അത് കാര്യത്തിൽ സംബന്ധിച്ച് യാതൊരു തർക്കവും വേണ്ട. ഇത് ഒരു ചെറുകടവിന്റെ മാത്രം പ്രശ്നമല്ല. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ സാധാരണക്കാരെല്ലാം ഇത്തരത്തിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചെറുകടവ് നിവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരറുതിയില്ല. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. കൃഷി ഉൾപ്പെടെ നശിച്ചിരിക്കുകയാണ്. അടിയന്തരമായി ഇവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാൻ വനം വകുപ്പ് അടിയന്തരമായി ഇടപെടണം. MLA അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ഇവർക്ക് വേണ്ടുന്ന അടിയന്തര സഹായങ്ങൾ ഉടൻ ചെയ്യണം. വനംവകുപ്പിന്റെ കൂടുതൽ ജീവനക്കാരെ പ്രദേശത്ത് വന്യമൃഗങ്ങളെ തുരത്തുന്നതിനായി നിയോഗിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത്. ഇതോടെ ഈ അധ്യായം സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.